ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് സി എസ് കെയുടെ ടോപ്പ് 5 പറ്റിയാണ്. ഡേഞ്ചർ ടോപ്പ് 5 ബാറ്റ്സ്മാരുള്ള ടീമാണ് സി എസ് കെ. 5 ഗൺ ബാറ്റ്സ്മാർ, 5 അല്ല 8 വരെ ഉണ്ട്. എന്നാലും നമുക്ക് ടോപ്പ് 5 എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മുത്തായ സഞ്ജു സാംസൺ, ആയുഷ് മാത്രെ, ഇന്ത്യയുടെ അണ്ടർ 19 ക്യാപ്റ്റനാണ്. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവാൾ ബ്രെവിസ്, ശിവൻ ദുബെ. ഈ 5 പേരും അടങ്ങുന്ന ബാറ്റിംഗ് തരാമെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ സി എസ് കെക്ക് 200 എബോവ് റൺസ് വരാനുള്ള ഒരു ബിഗ് ഗൺ ബാറ്റേഴ്സാണ് ഇവർ. പിന്നെ അവർക്ക് ശേഷം വരുന്ന 2 ഓൾറൗണ്ടേഴ്സ്മാരെ എടുത്തിട്ടുണ്ട്. അതുപോലെ ധോണിയുണ്ട്. പിന്നെ ഓവർട്ടൺ എന്ന് പറഞ്ഞ ഒരു ബോളറും ബാറ്റ്സ്മാനും കൂടി ഓൾറൗണ്ടറുണ്ട് ടീമിൽ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബിഗ് മാച്ച് തന്നെ ഇവർക്ക് ഈ സി എസ് കെയുടെ ചെന്നൈ പിച്ചിൽ കളിക്കാൻ സാധിക്കും. സഞ്ജു ഫോമായി എല്ലാ കളിയിലും ഒരു 40 റണ്ണ് എടുത്താൽ തന്നെ ടീം സ്കോർ എബോവ് 200 എബോവ് പോവും. പിന്നെ സ്വാഭാവിക കളിയുമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ ഡെവാൾ ബ്രെവിസ് ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പോഴത്തെ ഡിവിലിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. പുള്ളി ലോകകപ്പിൽ കണ്ടില്ലായിരുന്നോ? അടിപൊളി കളിയായിരുന്നു. ഒരു 15 ബോളിൽ 35, ഒരു 20, 40 ഫുള്ള് സ്കോർ അങ്ങനെയാണ്. എപ്പോഴും ഒരു 200 എബോവ് സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. നന്നായിട്ട് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതുപോലെ നല്ല കിഡിലും ഫീൽഡറും കൂടി കൊണ്ടാണ് ഡെവാൾ ബ്രെവിസ്. പിന്നെ ശിവൻ ദുബെയുടെ കാര്യം നമുക്ക് പറയേണ്ട കാര്യമില്ല. ശിവൻ ദുബ എന്താ കളി! ലോകകപ്പിലൊരു ശരിക്കും ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ശിവൻ ദുബെയായിരുന്നു. ആ കളിയാണ് പുള്ളി കളിച്ചാൽ ഇപ്പോൾ സി എസ് കെ രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ ആയുഷ് മാത്രെ, ഋതുരാജ് ഗെയ്ക്വാദ്, ഇവർ രണ്ടുപേരും പറയണ്ടല്ലോ. ആയുഷ് മാത്രം നല്ല കിഡിലൻ പ്ലെയർ ആട്ടോ. എന്തായാലും ഈ വർഷം സി എസ് കെക്ക് 200 ഇപ്പോൾ റണ്ണടിക്കുകയും ഒരു 8 അല്ലെങ്കിൽ 9 കളി ജയിച്ചാൽ തന്നെ അവർ പ്ലേ ഓഫിലേക്ക് കടക്കും. അങ്ങനെ വന്നാൽ തന്നെ സി എസ് കെയുടെ കാര്യം അടിപൊളിയാണ്. പിന്നെ തല ധോണിയുണ്ട് അവിടെ, എന്തിനും ഏതിനും. അത് തന്നെ ഇതാണ്. നമുക്ക് അടുത്ത റിവ്യൂയോട്ട് വരാം. അതുവരെ ബൈ ബൈ.